ഹലോ ഫ്രണ്ട്സ്, അനയ സ്ട്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതും തട്ടിക്കുട്ട് ബീഫ് ബിരിയാണി. അപ്പം നമ്മൾ ബീഫും റൈസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മക്കൾ പറഞ്ഞു ബിരിയാണി വേണമെന്ന്. അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാനൊരു തട്ടിക്കൂട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ചെടുക്കുന്നതിന് വലിയ ഉള്ളി, ചെറിയൊരു വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ഇതിലേക്ക് ചേർക്കുന്നു. ഒരു 2-3 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളി കട്ട് ചെയ്തത്, കറിവേപ്പില, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ പെരുംജീരകവും ഇട്ടിട്ടുണ്ട് 1/2 സ്പൂൺ. എന്നിട്ട് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ പെരുംജീരകം പൊടിച്ചത് കേട്ടോ. നമ്മൾ 1/2 സ്പൂൺ പെരുംജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം വെളിച്ചെണ്ണയോടെയും ചേർത്തിട്ടുണ്ട്, 1 സ്പൂൺ വെളിച്ചെണ്ണയോടെയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം, ഇതൊന്ന് വേവാൻ വേണ്ടിയാണ് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, പിന്നെ മുകളിൽ 1 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. തിളച്ച് തൂകാതിരിക്കാനാണ്, പുറത്തോട്ട് പോകാതിരിക്കാനാണ് സ്പൂൺ ഇടുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് വിസിലടുപ്പിക്കാൻ വെക്കാം. ഞാനൊരു 8 വിസിലാണ് അടുപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, എപ്പോഴും റൈസിന് ഉപ്പ് ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ 1 കിലോ റൈസാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം കേട്ടോ, എനിക്ക് പേരറിഞ്ഞില്ല, ഞാൻ പൂവെന്നൊക്കെയാണ് പറയുന്നത് ഇതിന്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട്, പിന്നെ പെരുംജീരകം, 1/2 സ്പൂൺ പെരുംജീരകം കൂടെ ആ വെള്ളത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് അവിടെ നിന്ന് നല്ല രീതിയിൽ തന്നെ തിളക്കട്ടെ കേട്ടോ. അപ്പം നമ്മൾ 1 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്, ബസുമതി റൈസ്. അത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലെ വിസിലൊക്കെ കറക്റ്റായിട്ട് 8 വിസിലൊക്കെ അടിച്ച് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ തിളച്ചൊന്നും തൂക്കിയിട്ടില്ല കേട്ടോ. ഈ സ്പൂൺ ഇട്ടതുകൊണ്ട് വെളിയിലോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ റൈസിൽ മുകളിൽ ഉള്ളി ഇടുമല്ലോ, വറുത്ത്, അതിനുള്ള ഉള്ളി ആദ്യമേ നമുക്കിങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസ് വലിയ ഉള്ളി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ് കേട്ടോ. അതൊന്ന് ആദ്യമേ നമുക്കിങ്ങനെ വറുത്തെടുക്കാം. അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് കരിയരുത് കേട്ടോ ഉള്ളി. അപ്പോൾ നമുക്കൊരു ടേസ്റ്റ്, കരിഞ്ഞൊരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഒരുപാട് കരിയാതെ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ ഈ എണ്ണ തന്നെ നമുക്ക് കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം നമുക്കിതിൽ നമ്മൾ ബീഫ് വേവിച്ച് വെച്ച ബീഫ് ഒരു മസാല തയ്യാറാക്കാൻ വേണ്ടി കേട്ടോ. അപ്പം നമ്മൾ അതിലേക്ക് 2 മീഡിയം സൈസ് വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം, എണ്ണയൊന്ന് ചൂടായപ്പം. എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉള്ളി ഒന്ന് വാടി വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ട് ബീഫ് വേവിക്കാൻ നേരം. ഇപ്പോൾ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതെല്ലാം ആദ്യമേ ബീഫ് വേവിച്ചപ്പം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചോണം. അപ്പോൾ അതനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല,
1/4 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു ഒരു അര തക്കാളി, അതായത് ചെറിയൊരു തക്കാളിയുടെ അര തക്കാളി നമ്മൾ ചേർത്തിട്ടുണ്ട് കട്ട് ചെയ്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് തിളച്ച വെള്ളം കേട്ടോ, ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് തുറന്ന് വെച്ച് ഇനി വറ്റിച്ചെടുക്കുക. ബിരിയാണിക്ക് എപ്പോഴും വറ്റിച്ച് നല്ല വറ്റിയിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഇതുപോലെ ഞാൻ നല്ല രീതിയിൽ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇറച്ചി കേട്ടോ. അപ്പോൾ ബീഫ് നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് റൈസും വെന്ത് വന്നിട്ടുണ്ട്, നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ കുറച്ച് റൈസ് എടുത്തിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം വേറെ എസൻസ് പരിപാടി ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ തട്ടിക്കൂട്ട് ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തെ ഏതിനകത്താണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബീഫ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യമേ റൈസ് ഇടുവാണെങ്കിൽ നമ്മൾ ചൂടാവാനായിട്ട് നമ്മൾ വെക്കുമല്ലോ ലോ ഫ്ലെയിമിൽ ഗ്യാസിൽ വെക്കുന്ന സമയത്ത് കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ആ മഞ്ഞൾപ്പൊടി ചേർത്ത് വെച്ചേക്കുന്ന റൈസും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ്, മല്ലിയില, പുതിനയില അതെല്ലാം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗരം മസാല ഇല്ലേ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെയും നമ്മൾ ഇറച്ചി ഇടുന്നുണ്ട്. പിന്നെ റൈസ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് അതേപോലെ തന്നെ നമ്മളൊരു 3-4 പ്രാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 1 കിലോ റൈസും 1 കിലോ ബീഫുമാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ. കാരണം നമ്മൾ രാവിലെ തീരുമാനിച്ചു, കയ്യിലുണ്ടായതുകൊണ്ട് ഉള്ള സാധനങ്ങളെല്ലാം വെച്ചുകൊണ്ട് മക്കൾക്ക് തയ്യാറാക്കി കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തട്ടിക്കൂട്ട് ബിരിയാണി എന്ന്. അപ്പം നമ്മൾ അതുപോലെ തന്നെ എല്ലാം ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി മൊത്തം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഗ്യാസിലൊരു 10 മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ നമ്മളൊന്ന് വെക്കണം കേട്ടോ. അപ്പോൾ അതിനൊന്ന് വെയിറ്റ് വെക്കാൻ വേണ്ടി വേറെ ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിൽ കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടികല്ലിലെടുത്ത് ഇങ്ങനെ ചരിച്ച് വെച്ചേക്കും. അപ്പോൾ അത് ചെറിയൊരു വെയിറ്റ് കിട്ടുമല്ലോ. അപ്പം നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണി നല്ല കളർഫുള്ളായിട്ടുള്ളൊരു തട്ടിക്കൂട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റിലൂടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.